പ്രീ ഡിഗ്രിക്ക് പഠിച്ചിട്ട് വരുന്ന സമയത്ത് ബസ്സിൽ നിന്ന് വരുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് അമ്മയുടെ കൂടെ വരുന്ന ഒരാളുടെ തലയിലൂടെ വണ്ടി കയറി ഇറങ്ങുന്നത് ഡയറക്റ്റ് കണ്ടതിൻ്റെ ഒരു ഷോക്കിൽ അമ്മ മാനസികമായിട്ട് കുറച്ച് തകർന്നു പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ തൂങ്ങി മരിക്കാനായിട്ട് ശ്രമം നടത്തുന്നു. അപ്പോൾ എനിക്ക് പകുതി വഴിക്ക് വർക്ക് ഇട്ടിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ട്രെയിൻ പോയി അന്നേരം പോയി. അപ്പോൾ വെറുതെ കുറച്ച് നേരം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. 3 ദിവസം ഞാൻ അവിടെ 3 ദിവസം സ്റ്റേ ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ. കൊതുകടി കൊണ്ടു, രാത്രി പൈപ്പിലെ വെള്ളം കുടിക്കും. 1100 രൂപയുള്ള എൻ്റെ കയ്യിൽ. അപ്പം എവിടെ കിടന്ന് ഉറങ്ങും? അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ തന്നെ. പോലീസ് പിടിക്കില്ലേ? പോലീസ് വന്നു സാർ. 3 ദിവസം പോലീസുകാർ വന്ന് 20 രൂപ ദിവസക്കൂലിയാണ് അജിത്തിന് കിട്ടിയിരുന്നത്. പിന്നീട് ആ പണിക്കാരിൽ നിന്ന് ഒരു സംരംഭകനായി. അതെ. മൈജിയുടെ 100ഓളം ഷോറൂമുകൾ കേരളത്തിൽ താങ്കൾ തന്നെയാണ് ചെയ്തത്. അതെ. ഇന്ന് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? ഒരു 10-60 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അഭിമാനിക്കാം. അങ്ങനെ ഫാക്ടറി പണി തീർത്തു. വേൾഡ് ക്ലാസ്. അതായത് സായിപ്പിനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ ഒരു ഹൈടെക് ഫാക്ടറി തന്നെ ആവണമെന്നുള്ള. അതായത് സായിപ്പ് ഇവിടെ വന്ന് നമ്മുടെ ഫാക്ടറി കണ്ടാൽ ഞെട്ടണം. അങ്ങനെ ഒരു സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എങ്ങനെയാണ് ചിരിച്ച് കളിച്ച് നടക്കാൻ പറ്റുന്നത്? ഈ എനർജി ഇങ്ങനെ പമ്പ് ചെയ്യുന്നത് ഞാൻ പല പ്രശ്നങ്ങളിലും ഡയറക്റ്റ് ഇറങ്ങിപ്പോയി നിന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ ഒരു ദിവസം രാവിലെ ഉറക്കം 3 മണിക്ക് കാണുന്നത് എൻ്റെ അമ്മ മണലൊഴിച്ചിട്ട് കത്തിക്കുന്ന ഒരു സീനാണ്. സിസ്റ്റർ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. ആ സിസ്റ്റർ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് തോന്നിയൊരു വൈകാരിക നിമിഷത്തിൽ പുള്ളി കയറി ഹാങ് ചെയ്തു. സൂയിസൈഡ്. ഞാൻ പലർക്കും പല നാമധേയം ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ അജിത്തിനെ ഞാൻ ഇന്ന് തൊട്ട് അലൂമിനിയം മാൻ ഓഫ് കേരള എന്നാണ് വിളിക്കുന്നത്. താങ്ക് യു സാർ, താങ്ക് യു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞു. വൈറ്റ് ഗോൾഡ് എന്നാണ് ഞാൻ അലൂമിനിയത്തിനെ ഞാൻ കാണുന്നത്. എളിയ തുടക്കങ്ങളിൽ നിന്നാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുക. കഠിനാധ്വാനം ചെയ്താലേ വിജയമുണ്ടാവും. ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത് എൻ്റെ ഈഗിൾ കോച്ചിങ് പ്രോഗ്രാമിലൂടെയാണ്. എന്നെ കണ്ണ് നനയിപ്പിച്ച ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ പച്ചയായ ജീവിതകഥ. ഒരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി സ്വന്തം പ്രശ്നങ്ങൾ മറക്കാനും മാറ്റിവെക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു മേഖല കണ്ടെത്തി അതിലേക്ക് ഇറങ്ങുക. അദ്ദേഹം ഒരു തൊഴിലാളിയായിരുന്നു. പിന്നീട് ആ മേഖലയിൽ വിജയിച്ച് ഇന്ന് വലിയ ഗ്രൂപ്പുകളുടെ പോലും വർക്കുകൾ ഏറ്റെടുത്ത് ലോകത്തെ ഏറ്റവും മികച്ച ഫാക്ടറികളിലൊന്ന് തുടങ്ങി യുവ സംരംഭകനായ അജിത്ത് എന്ന യുവാവാണ് എന്നോടൊപ്പം ഈ സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത്. അജിത്തെ, സ്വാഗതം സ്പാർക്കിലേക്ക്. നമസ്കാരം സാർ. നമസ്കാരം. ഈഗിളിലൂടെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് നിങ്ങളോട് വളരെ സ്നേഹം തോന്നിയ ഒരാളാണ്. തീർച്ചയായിട്ടും. പല കാരണങ്ങളും ഉണ്ട്. നമ്മൾ യാത്രകൾ നിരവധി ചെയ്തിട്ടുണ്ട്. ദുബായും ബാക്കുവും ചൈനയൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ യാത്രകളിലൊക്കെ ആ ഗ്രൂപ്പുകളിലുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ് നിങ്ങൾ. തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം താങ്കളോട് ഇത്തിരി കൂടുതലാണ്. ഉറപ്പായിട്ടും. അതിൻ്റെ കാരണം എന്താണെന്ന് സ്പാർക്കിൻ്റെ പ്രേക്ഷകർക്ക് അടുത്ത കുറച്ച് സമയങ്ങൾക്കുള്ളിൽ മനസ്സിലാവും. അജിത്തിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ സ്ഥലം കൊല്ലമാണ് സാറേ. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജ് പേരൂർ എന്ന് പറയുന്ന നാടാണ് എൻ്റെ സ്ഥലമുള്ളത്. താങ്കളുടെ മാതാപിതാക്കൾ എന്താ ചെയ്യുന്നത്? അച്ഛന് കൂലിപ്പണിയാണ്, അമ്മ ഹൗസ് വൈഫാണ്. അമ്മ മെൻ്റലി ചലഞ്ചഡ് ആണ്. മാനസികമായിട്ട് ഇച്ചിരി സുഖമില്ലാത്ത ഒരാളാണ്. ആദ്യം തൊട്ട് തന്നെ അങ്ങനെ ആയിരുന്നു അതോ? അല്ല, കല്യാണ സമയത്ത് ഒട്ടേ ഉണ്ടായിരുന്നു, അച്ഛൻ അറിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട്. അതെങ്ങനെ സംഭവിച്ചതാണ്? അമ്മയൊരു ഷോക്കിൽ നിന്നാണ് അതുണ്ടാവണം. അമ്മ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിട്ട് വരുന്ന സമയത്ത് ബസ്സിൽ നിന്ന് വരുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് അമ്മയുടെ കൂടെ വരുന്ന ഒരാളുടെ തലയിലൂടെ വണ്ടി കയറി ഇറങ്ങുന്നത് ഡയറക്റ്റ് കണ്ടതിൻ്റെ ഒരു ഷോക്കിൽ അമ്മ മാനസികമായിട്ട് കുറച്ച് തകർന്നു പോയി. അപ്പോൾ ആ ഒരു ഷോക്കിൽ നിന്ന് അസുഖം വരികയും പിന്നീട് അത് അച്ഛനറിയ കല്യാണ സമയത്ത് അറിയുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം കല്യാണം കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ജനിച്ചതിന് ശേഷം അത് പിന്നീട് റിപ്പീറ്റഡായി വന്നു തുടങ്ങി. അജിത്ത് ഒറ്റ മകനാണോ? അല്ല, എനിക്കൊരു സിസ്റ്ററുണ്ട്. അനിയത്തിയാണ്. അപ്പോൾ അജിത്തിൻ്റെ പഠനമൊക്കെ? എൻ്റെ പഠനമൊക്കെ മീനാക്ഷി വിലാസം എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് LP സർക്കാർ സ്കൂളിലാണ്. എത്ര വരെ പഠിക്കാനായി? ഞാൻ 10 വരെ പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞ് നിർത്തേണ്ടി വന്നു. അച്ഛന് എന്ത് ജോലിയാണ്? അച്ഛന് കൂലിപ്പണിയാണ്. അതായത് മേശിരിപ്പണി, കൽപ്പണി, കേട്ടില്ല പൂശി. അച്ഛന് കൂലിപ്പണിയാണ്, അമ്മയ്ക്ക് അസുഖങ്ങളും ഉണ്ട്. നിങ്ങളപ്പോൾ വീട് എവിടെയാണത്? വീട് അവിടെ ഒരു 3 സെൻറ്റിൽ ഒരു ചെറിയൊരു വീടുണ്ട് നമുക്ക്. അത് ആ വീട്ടിലാണെന്ന് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ
ഇവർ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അതൊരു മുന്നോട്ട് സ്ട്രഗിളാണ് സാറ്, നല്ല സ്ട്രഗിളാണ്. അമ്മയ്ക്ക് വരുന്ന സമയത്ത് അമ്മയ്ക്ക് അറിയില്ല, അതൊരു വേറൊരു മൈൻഡ് സെറ്റാണ് അമ്മയുടെ. അപ്പോൾ അമ്മ പറയുന്നതും പ്രവർത്തിക്കുന്നതൊന്നും അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിലായിരിക്കും ചില ദിവസങ്ങളിൽ. പിന്നെ വീട്ടിൽ എല്ലാ ദിവസവും വഴക്കും സ്ട്രഗിളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ്. അതൊക്കെ കൊണ്ട് തന്നെ പഠനം നിർത്തേണ്ടി, മുന്നോട്ട് പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അമ്മ പറഞ്ഞു, നീ ഇനി പഠിക്കാൻ പോകുന്നതിനൊക്കെ നല്ലതൊരു ട്രേഡ് പഠിക്കാൻ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു, ഒരു ജോലി പഠിക്കാൻ പോകണമെന്ന്. അപ്പം അമ്മയുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരാളുണ്ട്, ഒരു ദേവരാജ് എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളിയുടെ ഒരു വർക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് പഠിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് കൊണ്ടാക്കി തന്നു എന്നെ വർക്ക്. നീ പുള്ളിക്ക് ഒരു ദക്ഷിണ വെച്ച് വർക്ക് പഠിക്കാനായിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്തു. അവിടെ എന്ത് വയസ്സുണ്ടെന്ന്? അന്നൊരു 10ാം ക്ലാസ്സുകാരൻ കുഞ്ഞു പയ്യൻ, ചെറുപ്രായത്തിലാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടുന്ന് ഞാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നപ്പം കൂടെ തന്നെ ഇടയ്ക്ക് അമ്മയുടെ സുഖമില്ലാതാകുമ്പോൾ തിരിച്ച് വരേണ്ടി വരും, വർക്ക് അവിടെ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പോകേണ്ടി വരും. അങ്ങനെ ഒരുപാട് അനവധി സ്ട്രഗിളിങ് പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വർക്ക് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ വർക്കിനകത്ത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള മേശരിമാർ ആൾക്കാരെന്നെ തലക്കടിക്കുകയും നീ പൊട്ടനാണ്, നീ പഠിച്ചെടുക്കുക, മണ്ടനായി പോകുന്നു എന്ന് പറയും. പക്ഷെ ഞാൻ എൻ്റേതായ ലെവലിൽ അതിനെ ഗ്രാസ്പ് ചെയ്ത് മാറ്റുന്നുണ്ട്. അതെനിക്ക് കൃത്യമായി എൻ്റെ ഓരോ ദിവസവും വൈകുന്നേരം വരുമ്പോൾ ബുക്കിൽ ഇതിങ്ങനെ ഡ്രോ ചെയ്യും. അന്നത്തെ എൻ്റെ മേജർ വർക്കുകളെന്ന് പറയുന്നത് ഹാൻഡ് റെയിൽ, ബേക്കറി ഷോക്കേസ്, അങ്ങനെ ഉള്ള വർക്കുകളാണ്. അലുമിനിയത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ടോപ്പ് വർക്കുകളാണ്. വീടുകളുടെ കൈവരി, ഈ ബേക്കറികളുടെ അലമാരി, അതെല്ലാം അലുമിനിയത്തിൽ ചെയ്യുമായിരുന്നു. അത് കൈ കൊണ്ടായിരുന്നു അന്ന് കട്ട് ചെയ്യണം. ആക്സോ ഫ്രെയിമിൽ കട്ട് ചെയ്ത് ഗ്ലാസിൻ്റെ പീസ് വെച്ച് അതിൻ്റെ ടിസ്റ്റ് നോക്കി ഫയൽ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ വർക്ക് പഠിക്കുന്നതും ചെയ്ത് നോക്കി വരുന്നത്. അതാണ് ഒരു വർക്കിൻ്റെ മേഖലയിൽ. അതിൽ നിന്നൊക്കെ എന്തെങ്കിലും വരുമാനം കിട്ടും? അന്ന് എനിക്ക് 20 രൂപ ശമ്പളം കിട്ടുമായിരുന്നു. അപ്പോൾ പുള്ളി 20 രൂപ ശമ്പളം തരും ഒരു ദിവസമാണ്. ഒരു ദിവസം 20 രൂപയാണ് ശമ്പളം കിട്ടുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമോ? അത് ഞാൻ ആഴ്ച കൂട്ടി വെച്ചിട്ട് അന്നും ഉള്ളൊരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത്തച്ചിട്ടി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അന്ന് അതിലേക്ക് കൊടുക്കും, അത്തച്ചിട്ടിക്ക് കൊടുക്കുന്ന പരിപാടികളാണ്. ആ പൈസ കൂട്ടി വെച്ചിട്ട് കൂട്ടി. അപ്പോൾ ഓണം ആകുമ്പോൾ എനിക്കൊരു എമൗണ്ട് കിട്ടും. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ടൂൾസുകൾ, സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു മണിയായിട്ട് അതിനെ കരുതുമായിരുന്നു. കാര്യം അവിടെ കയ്യിലുള്ള അത്രയും ടൂൾസുകളൊന്നും എൻ്റെ കയ്യിൽ അന്ന് ഇല്ല. ഇപ്പം ഞാൻ പണി പഠിക്കാൻ പോയിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ടൂൾസുകളുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലിത് പഠിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾ ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസിൽ അതെല്ലാം മേടിക്കാനുള്ള പൈസ ഞാൻ അത്തച്ചിട്ടിക്ക് കൊടുത്ത് കൂട്ടുമായിരുന്നു. പിന്നെ രാത്രി 11 മണി 12 മണിയൊക്കെ ആവും ചില ദിവസങ്ങളിൽ വർക്ക് തീരാൻ. ടൂൾസ് ബാഗും തുളയിൽ വെച്ചുകൊണ്ട് പല സമയങ്ങളിൽ രാത്രി നടന്നു പോയിട്ടുണ്ട്. കണ്ണനല്ലൂര്, പാലമുക്ക്, അതൊക്കെയായിരുന്നു എൻ്റെ സ്ഥലങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ എത്ര വർഷം അങ്ങനെ പോയി? 1 വർഷത്തോളം അങ്ങനെ പോയി. പിന്നീട് എന്താ ചെയ്തത്? പിന്നീട് എൻ്റെ അമ്മയ്ക്ക് ഈ സുഖമില്ലാത്ത പ്രശ്നം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്നതുകൊണ്ട് അപ്പം നാട്ടിൽ തന്നെ എവിടെയെങ്കിലും വർക്കിൽ കയറിയാൽ കുറച്ചും കൂടെ നന്നാവുമെന്ന് തോന്നുന്നു. അങ്ങനെ വീടിനടുത്തുള്ള ഒരു പുള്ളി ഉണ്ട്, വിജയൻ എന്ന് പറയുന്ന ഒരാൾ. പുള്ളിക്കാരൻ്റെ വർക്കിൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്തു. പുള്ളിക്ക് അന്നേരം വലിയ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ പോയി. അപ്പോൾ അന്ന് അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ മിങ്കിൾ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്ത് വർക്കാണോ? അന്നും അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഈ കബോർഡുകൾ, വാർഡ്രോബുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ തന്നെയായിരുന്നു. അന്നൊരു വേറൊരു ടൈപ്പിലുള്ള വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മിങ്കിൾ ചെയ്ത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ ഹാങ് ആവുന്നു, വീണ്ടും തൂങ്ങി മരിക്കാനായിട്ട് ശ്രമം നടത്തുന്നു. അപ്പോൾ എനിക്ക് പകുതി വഴിക്ക് വർക്ക് ഇട്ടിട്ട് പോകേണ്ടി വന്നു. പോയി അമ്മയെ ചെന്നപ്പോൾ സമയത്ത് അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, രക്ഷിച്ച് തറയിൽ കിടത്തിയിട്ടുണ്ട്. ഞാൻ പോയി പൊക്കി എടുത്തുകൊണ്ട് വന്നു, കൃത്രിമ ശ്വാസമൊക്കെ കൊടുത്തു. അപ്പം മൂക്കിൻ്റെ പാലമൊക്കെ പൊട്ടിപ്പോയി, എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോഴും വീണ്ടും സ്ട്രഗിളിങ് പ്രശ്നങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിൽക്കുമ്പം വർക്ക് പതുക്കി വെച്ച് മുറിച്ച് പോകേണ്ടി വന്നു. അപ്പോഴും അദ്ദേഹം സപ്പോർട്ട് ചെയ്തു തന്നു. ഹോസ്പിറ്റലിലേക്ക് വന്ന എല്ലാ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അപ്പോൾ എന്നെ അറിയുന്ന ഒരു കൂട്ടം ആൾക്കാർ അപ്പോൾ അപ്പോഴും അറിയാം, എൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നതുകൊണ്ട് അവർ എൻ്റെ കൂടെ എന്നും കരുത്തായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണത് പോണത്. അവിടെ നിന്നൊക്കെയാണ് ഒരു വഴിത്തിരിവുണ്ടാവുന്നത്. യാത്ര ഞാൻ ഒരിക്കലും ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ട്രാവലിങ് ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എറണാകുളത്തേക്ക് വരുവാണ്. എറണാകുളത്ത് നിന്ന് ശരിക്കും കോഴിക്കോടേക്ക് വരുവാണ്. അപ്പോൾ എറണാകുളത്ത് എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ഇതിൻ്റെ ഡോറിൽ കൂടെ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ അലൂമിനിയം കോമ്പോസിറ്റ് പാനലിൻ്റെ വർക്ക് നടക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളൊരു സാധനമാണ് അന്ന് ACP വർക്ക് എന്ന് പറയുന്ന സാധനം. അപ്പോൾ എൻ്റെ പോകേണ്ട ഡെസ്റ്റിനേഷൻ കോഴിക്കോടാണ്. അപ്പോൾ ഞാനിവിടെ വർക്ക് കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് ഇറങ്ങി നിൽക്കാം, എന്നിട്ട് ആ വർക്കൊന്ന് നോക്കാം. അവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നി ഇത് പഠിച്ചെടുത്താൽ നല്ലതാണ്, എൻ്റെ നാട്ടിൽ ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഈ ഹിന്ദിക്കാരാണ് ചെയ്യുന്നത്, ഹിന്ദിക്കാരുടെ വർക്ക്
റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആ ബെഞ്ചിലിരുന്ന് തന്നെ ഇവർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയും ഒപ്പം എൻ്റേതായ രീതിയിൽ ഇതിനെ ഡ്രോ ചെയ്തെടുക്കുകയും ചെയ്യും. മെഷർമെൻ്റ് എടുക്കുന്നത് ഇങ്ങനെയാണ്, ഇതിൻ്റെ അളവുകൾ ഇങ്ങനെയാണ്. അങ്ങനെ ആ ഒരു പാറ്റേൺ ഉണ്ടാക്കി. അപ്പം ട്രെയിൻ പോയി. ട്രെയിൻ അന്നേരം പോയി. അല്ല, അപ്പോൾ വെറുതെ കുറച്ച് നേരം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. 3 ദിവസം ഞാൻ അവിടെ 3 ദിവസം 3 ദിവസം സ്റ്റേ ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ. കൊതുകടി കൊണ്ടു, രാത്രി പൈപ്പിലെ വെള്ളം കുടിക്കും. ആകെ 1100 രൂപയുള്ള എൻ്റെ കയ്യിൽ. അപ്പം എവിടെ കിടന്ന് ഉറങ്ങും? അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ തന്നെ. പക്ഷെ പോലീസ് പിടിക്കില്ലേ അവിടെ? പോലീസ് വന്നു സാർ. 3 ദിവസം പോലീസുകാർ വന്ന്, അപ്പം നീ ഇവിടെ കിടക്കുന്നത് എന്താണ്, ഞാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അപ്പം തട്ടും. അപ്പം ഞാൻ അവിടെ കണ്ണ് വെട്ടിച്ചിട്ട് അപ്പുറത്ത് പോകും, പുറത്ത് പോകും. എനിക്കിത് വർക്ക് ഇവർ ചെയ്യുന്ന സമയത്തെല്ലാം ഓരോ കൂടെ ഉണ്ടാവണമല്ലോ. അവർ നൈറ്റ് ആൻഡ് ഡേ കിടന്ന് വർക്ക് ചെയ്യുകയാണ്. അവരൊരു 2 മണിയാകുമ്പോൾ നിർത്തും, വീണ്ടും തുടങ്ങും. അങ്ങനെ ഒരു ഷിഫ്റ്റിലാണ് വർക്ക് ഓടിക്കുകയാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ഫ്രെയിം സ്ട്രക്ചർ അടിക്കുന്നത് എങ്ങനെയാണ്, ഷീറ്റ് അടിക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം ഞാനിങ്ങനെ ഒളിച്ചിരുന്നില്ല ഏകലവ്യം പഠിക്കുന്ന പോലെ ഈ സാധനം പഠിച്ചുകൊണ്ടിരിക്കുക. 3 ദിവസം അങ്ങനെ തന്നെ അവിടെ സ്റ്റേ ചെയ്ത്. അവസാനം പോലീസുകാർക്ക് മനസ്സിലായി. പോലീസുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ 3 ദിവസമായിട്ട് ഇവിടെ കറങ്ങുന്നുണ്ട്, ഞാൻ നിന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്, എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേറെ ഒന്നുമല്ല സാറേ, ഈ വർക്ക് ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നല്ല ഉദ്ദേശമായിട്ട് പുള്ളി പറഞ്ഞു, ഓക്കെ ഇങ്ങനെ നിൽക്കേണ്ട, കറങ്ങിക്കേണ്ട, വീട്ടിൽ പോയിക്കോ, വീട് മിസ്സിങ് ഒക്കെ കേസ് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഫസാഡിങ്ങിൻ്റെ വർക്ക് പഠിച്ചെടുക്കണം, നോക്കി നിന്നുള്ള പഠനമാണ് കണ്ടു. അപ്പോൾ അത് ആരായിരുന്നു അവിടെ ചെയ്തിരുന്നത്? മലയാളികളാണോ? അല്ല, ഹിന്ദിക്കാരാണ്. അപ്പോൾ ഹിന്ദിക്കാർ ഓൾറെഡി എന്നോട് പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വാ, ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊണ്ടുപോയി പഠിപ്പിക്കാം. ഒരുത്തൻ നോക്കിന്ന് പഠിക്കുകയാണ്. മറ്റേ ആളത് അയാൾക്ക് ഈ ക്യൂരിയോസിറ്റി കണ്ടുകൊണ്ടാണ് പുള്ളി പറയുന്നത്, നീ ഞങ്ങളുടെ കൂടെ കൂടിക്കോ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, നിന്റെ വർക്ക് ഡൽഹി കൊണ്ടുപോയി പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ പുള്ളി. എന്ത് സംഭവിച്ചു? തിരിച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പോയില്ല, നേരെ തിരിച്ച് നാട്ടിൽ വരുന്നു. ആ കമ്മിറ്റ്മെൻറ്റ് ചെയ്ത പുള്ളി സമയത്തിന് ചെല്ലാത്ത കാരണം വർക്ക് പോയി, അത് വേറെ ആർക്ക് കൊടുത്തു. ലാൻഡ് ഫോണുണ്ട്, അന്ന് കോയിൻ ബൂത്തിൽ നിന്നിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു, കണക്ക് എനിക്ക് വേറൊരു വർക്ക് പഠിക്കേണ്ട ആവശ്യമായിട്ട് വന്നതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞ് വർക്ക് പോയി, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വരുന്നു. ഞാനിതൊരു കോൺട്രാക്ടറുണ്ട്, അന്ന് എനിക്ക് ബാത്റൂമിൻ്റെ ഡോറുകളുടെ വർക്കാണ് കൂടുതൽ. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ചെന്ന് ഈ കാര്യം പറയണു, ഇത് കണക്ക് ഫസാഡിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ACP ക്ലാഡിങ് ആണ്, അത് നമുക്ക് ഈ വീടുകളുടെ ഫ്രണ്ടിൽ ഷീറ്റ് ഇട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു പുതിയ ലുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാധനമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ്, അത് ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല, നീ ചെയ്യാൻ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഫുൾ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം മെറ്റീരിയൽ അവൈലബിലിറ്റി ഇല്ല, എറണാകുളത്താണ് മെറ്റീരിയൽ ഉള്ളത്. ഞാനിത് പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി ഓക്കെ പറഞ്ഞു. മെറ്റീരിയൽസ് എടുക്കാനുള്ള അഡ്വാൻസ് വരുന്നു, വീണ്ടും ട്രെയിൻ കയറുന്നു, എറണാകുളത്ത് വരുന്നു, മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നു, അവിടെ കൊണ്ടുപോകുന്നു. വർക്ക് ഞാനും ഒരു പയ്യനൂടെ ഞങ്ങൾ പഠിച്ച നോട്ട്ബുക്ക് അടക്കം എടുത്ത് വെച്ചിട്ട് ചെയ്യുക. ആ വർക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് കൊടുത്തു. അത് പുള്ളിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനായി. അന്ന് വരെ ആ ഒരു നാട് കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു വർക്കിലേക്ക് നമ്മൾ വരിക. പക്ഷേ അജിത്തിൻ്റെ സ്വന്തം വർക്കല്ല, അദ്ദേഹമാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു. അതൊരു, ഞാൻ ഏത് വർക്കിനെയും കാണുന്ന ഒരു സിനിമ പോലാണ്. ഒരു പ്രൊഡ്യൂസർ എന്നെ വിശ്വസിച്ച് ഒരു സിനിമ ഏൽപ്പിക്കുന്നത് പോലെ ഞാനതിൽ നന്നായി ഡയറക്റ്റ് ചെയ്ത് കൊടുക്കണമെന്നുള്ള രീതിയാണ് എൻ്റെ എപ്പോഴും ഉള്ളൊരു തീം. അപ്പം പുള്ളി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചപ്പോൾ ആ വർക്ക് നന്നാക്കി ചെയ്ത് കൊടുത്തപ്പം വീട്ടുകാർ ഹാപ്പിയായി, കോൺട്രാക്ടർ ഹാപ്പിയായി, അദ്ദേഹത്തിനൊരു പുതിയൊരു ട്രെൻഡിലുള്ള വർക്കും കിട്ടി. പിന്നീട് പുള്ളി അയാളുടെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേ എഞ്ചിനീയേഴ്സിനെയും ആർക്കിടെക്ട്സിനെയും എല്ലാവരെയും കണക്ട് ചെയ്ത് ഈ വർക്ക് കാണിക്കുകയും ഈ വീടുകാർ റെഫർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ഫസാഡിങ് മേഖലയിലേക്ക് ഒരു എൻട്രി ഓപ്പൺ ആവുകയാണ്. അങ്ങനെ അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് വർക്കേഴ്സിൻ്റെ അവൈലബിലിറ്റി കൂട്ടണം. ഞാനൊരു പയ്യനും കൊണ്ട് ഒരു സൈറ്റ് 2 സൈറ്റ് ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വർക്ക് മറ്റുള്ളവർ താങ്കൾക്ക് തരുവാണ്, നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് തുടങ്ങിയിട്ടില്ല? ഇല്ല, സ്വന്തമായിട്ട് ആരെങ്കിലും തരുന്ന വർക്കിന് നമ്മൾ പോയി ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ എൻ്റെ വീട് ഒന്ന് വലുതാക്കണമെന്നുള്ളൊരു ആശ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുവാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ചെറിയൊരു വീടാണ്. അപ്പോൾ അതൊന്ന് പൊളിച്ചിട്ട് വലുതാക്കണമെന്നുള്ളൊരു പ്ലാൻ വരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അച്ഛനുണ്ട്. അപ്പോൾ ഈ വർക്കുകൾ കൂടുന്നതനുസരിച്ച് അതിൽ നിന്ന് ചെറിയ പ്രോഫിറ്റ് കിട്ടുന്ന പൈസകൾ ഞാൻ കൂട്ടി വെക്കുകയും അത് വെച്ചിട്ട് വീട് പണിയാന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഫൗണ്ടേഷനൊക്കെ ഇടുന്നു. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, സ്റ്റക്കായി പോയി. അപ്പോൾ വീണ്ടും അമ്മയ്ക്ക് പ്രശ്നം വരുന്നത് അതൊരു വലിയ സ്റ്റേജാണ്. അപ്പോൾ അമ്മയുടെ കിണറ്റി ചാടുന്നൊരു പ്രശ്നം വന്നു. കിണറ്റി ചാടി അമ്മയെടുത്ത് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഒരു പ്രശ്നം അലട്ടുന്നു. അമ്മയ്ക്ക് സൂയിസൈഡ് ടെൻഡൻസി വളരെ കൂടുതലാണ് അമ്മയ്ക്ക്. അപ്പോൾ ആ ഒരു ടെൻഡൻസി കണ്ടുവന്നതുകൊണ്ട് നമ്മളിതിൻ്റെ കൂടെ പിന്നെ ട്രാവൽ ചെയ്തേ പറ്റുള്ളൂ. ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് വർക്ക് നിന്ന് പോവും. ആ കോൺടാക്റ്റിലുള്ള ആൾക്കാർക്ക് നമുക്ക് സമയത്തിന് എത്താൻ പറ്റാതായി പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും സ്ട്രഗിൾ ചെയ്ത് സ്ഥലത്തുനിന്ന് വീണ്ടും കയറുന്നു, വീണ്ടും വർക്കുകൾ വീണ്ടും കണക്റ്റഡ് ആവുന്നു, ചെയ്ത് വർക്ക് ചെയ്ത് പോകണം. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എൻ്റെ മനസ്സിലൊരു സാധനം, ഇത്രയും മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി എനിക്ക് വർക്കുകളിലേക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി മെറ്റീരിയൽ വരുമ്പോൾ എന്തുകൊണ്ടൊരു ഷോപ്പ് കൂടെ സ്റ്റാർട്ട് ചെയ്താൽ നന്നായിക്കൂടാ എന്നുള്ളൊരു പ്ലാൻ എൻ്റെ മൈൻഡ് സെറ്റിലുണ്ട്. പക്ഷേ അതിനുള്ള ഇനിഷ്യൽ ഫണ്ട് കണ്ടെത്താനുള്ള ഒരു മാർഗം എൻ്റെ കയ്യിലില്ല. അപ്പം എൻ്റെ ഐഡിയ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് എൻ്റെ വർക്കിൻ്റെ വോളിയം ലെവൽ കൂട്ടുക, കുറച്ചും കൂടെ
വർക്കുകളുടെ എണ്ണം കൂട്ടുക. ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നിടത്ത് 2 വർക്കാക്കുക, 2 വർക്ക് 4 വർക്കാക്കുക. അപ്പോൾ ഈ 4 എടുത്ത് 5 വർക്കാകുമ്പോൾ അവിടെ നിന്ന് വരുന്ന ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ കൂട്ടി വെച്ചാൽ എനിക്കൊരു ചെയ്യാൻ പറ്റുമെന്ന് പറയും. അന്നും എൻ്റെ ഒരു മനസ്സിൽ ലോൺ എടുക്കരുത്, കടം വാങ്ങിക്കരുത് എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് പണ്ടേ അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടുണ്ട്. പലിശയ്ക്ക് കൊടുക്കുന്നതും പലിശയ്ക്ക് മേടിക്കുന്നതൊക്കെ ഒരു തെറ്റായ പ്രവണതയാണ്. അപ്പോൾ ലോൺ എടുത്ത ബാധ്യത കൂട്ടിക്കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ആരും ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഇല്ല. സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം റിസ്കിൽ ഇറങ്ങിയ പരിപാടിയാണ് നീ. അപ്പോൾ അതിൽ നീ എന്താണോ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടിവെക്കണ പൈസകൾ ഞാൻ ശേഖരിച്ച് ചിട്ടിക്കും അന്നത്തെ പോലെ തന്നെ ചിട്ടിക്ക് കൊടുക്കുകയും ആ പൈസ ഓണമാകുമ്പം കളക്ട് ചെയ്ത് വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പറ്റിയൊരു സ്ഥലം കിട്ടണം. അപ്പോൾ ഓൾറെഡി എനിക്കൊരു അവിടെ ജംഗ്ഷനിൽ തന്നെ ഒരു വർക്ക്ഷോപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 2 മുറി കടയുണ്ട്. പേരൂർ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. ആ കടയിൽ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്ന സമയത്താണ് മൈജിയുടെ ഒരു വലിയൊരു സ്റ്റോറ് മൈജി അതെങ്ങനെ വന്നു വിട്ടു? മൈജിയുടെ ഒരു സ്റ്റോറ് കൊല്ലത്തും കരുനാഗപ്പള്ളിയിലുമായിട്ട് ഇനോഗ്രേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. ഉണ്ണി മുകുന്ദനാണ് എൻ്റെ ഒരു ഇനോഗ്രേഷൻ ഡേറ്റ്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അപ്പോൾ അവിടെ വർക്കിൻ്റെ ഇനോഗ്രേഷന് വർക്കേഴ്സിന് എന്തോ ലാഗ് വന്ന കാരണം വർക്ക് കുറച്ച് ഡിലേ ആയി, ഒരു പ്രശ്നത്തിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രജിത്ത് എന്ന് പറയുന്നൊരു ആർക്കിടെക്ട്സാണ്, പുള്ളി എന്നെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ടീമിൽ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഹിന്ദിക്കാരുമുണ്ട്, മലയാളികളുണ്ട്. അപ്പോൾ അവരോട് ഞാൻ അന്ന് പറഞ്ഞു, നമ്മൾ ഈ കമ്മിറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വരും. 24 hours വർക്ക് ചെയ്താൽ മാത്രമേ ഈ 2 സ്റ്റോർ തീർക്കാൻ പറ്റൂ. ആ 2 സ്റ്റോറും നമ്മൾ തീർത്തു കൊടുക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിൽ എടുത്തുകൊണ്ട് അറ്റ് എ ടൈം കരുനാഗപ്പള്ളിയിലും കൊല്ലത്തും സ്റ്റോറുകൾ നൈറ്റ് ആൻഡ് ഡേ നിന്ന് നമ്മൾ വർക്ക് ചെയ്ത്, ഞാൻ ഇവരെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഉറക്കമൊഴിഞ്ഞ് നിന്ന് സ്റ്റോറ് ഫിനിഷ് ചെയ്ത് കൊടുത്ത് അതൊരു ഇനോഗ്രേഷനിൽ വലിയൊരു അച്ചീവ്മെൻറ്റായി എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഗുണമുണ്ടായി. അപ്പോൾ അതിനുശേഷം പ്രജിത്ത് സാർ തന്നെ നമ്മളെ അടുത്ത അവരുടെ ഹെഡായ ഇജാസ് ഭായിനടുത്തും റെഫർ ചെയ്തു. അങ്ങനെ അനീഷേട്ടൻ, അങ്ങനെ ഒരു ബന്ധം അവിടുന്ന് തുടങ്ങുവാണ്. അതൊരു വലിയൊരു ബന്ധത്തിൻ്റെ തുടക്കമായി മാറി. പിന്നീടുള്ള സ്റ്റോറുകൾക്കെല്ലാം എന്നെ കണക്ട് ചെയ്യുന്നു. അപ്പം ഞാൻ എത്തിപ്പെട്ടത് പിന്നീടുള്ള സ്റ്റോർ എന്ന് പറഞ്ഞാൽ ലുലു മാളിൻ്റെ ഫ്രണ്ടിലെ എടപ്പള്ളിയിലെ സ്റ്റോറിലെത്തുന്നു. വലിയ സ്റ്റോറാവുന്നു. അപ്പോൾ അത് ഒടിയൻ സിനിമയുടെ ഇനോഗ്രേഷൻ ടൈമിലൊക്കെയാണ്, മോഹൻലാലാണ് ഇനോഗ്രേഷൻ ചെയ്യുന്ന സ്റ്റോർ. അന്നത് വേറൊരു പ്ലാനിലുള്ള വർക്കായിരുന്നു. അത് ഞാൻ അലൂമിനിയം പ്രൊഫൈലിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടൊരു ഡിസൈൻ പാറ്റേൺ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം പൊറ്റമൽ മൈജി സ്റ്റോറിലേക്ക് വരുന്നു. ഇത് എത്ര സ്റ്റോർ ചെയ്തു? അപ്പോൾ ഒരു 10-100 സ്റ്റോറിന് മുകളിൽ 120 സ്റ്റോർ. നിങ്ങളിന്നിപ്പോൾ അജിത്ത് എന്ന് പറയുന്നത് മൈജി അജിത്ത് എന്നാണ് അറിയുന്നത്. അതെ. എൻ്റെ നാട്ടിലും എല്ലാം എന്നെ ഒരുവിധം ആൾക്കാർ അറിയുന്നത് മൈജിയുടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊരു സംരംഭമാക്കിയോ ആ സമയത്ത്? ഒരു സംരംഭമാക്കി മാറ്റി സാർ. എന്താണ് ചെയ്തത്? സംരംഭമാക്കി മാറ്റിയെന്ന് വെച്ചാൽ ഞാനത് ഇതിൻ്റെ ഒരു പേരെടുക്കുന്ന ഒരു സാധനം കൊണ്ടുണ്ട് സാർ. അതിൻ്റെ ഒരു പേര് കണക്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, എനിക്കൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു പേര് വേണമല്ലോ. അതെ. അപ്പോൾ ഈ പേരെന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കുന്ന ഒരാൾക്കൊരു വ്യത്യസ്തത ഫീൽ ചെയ്യണം. അങ്ങനെയാണ് വെറൈറ്റി എന്നുള്ള ഒരു നെയിം ഞാൻ എത്തുന്നത്. അപ്പം വെറൈറ്റി അലുമിനിയം ഫാബ്രിക്കേഷൻ ആൻഡ് ഡിസൈനേഴ്സ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. ശരി. അപ്പോൾ അത് തുടങ്ങുന്നത് എവിടെയാണ്? ഷോപ്പായിട്ടാണ്. അത് പേരൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു 2 മുറി സ്റ്റോറിലാണ് ഞാനത് തുടങ്ങുന്നത്. ഷോപ്പായിട്ട് എടുത്ത് വർക്ക് കണക്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഹിന്ദിക്കാരും മലയാളികളുമായിട്ടുള്ള എൻ്റെ കുറേ കൂട്ടുകാരെ തന്നെ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചെറിയ സമ്പാദ്യം. അന്ന് ഞാൻ സൈക്കിളിലാണ് വർക്ക് എടുക്കാനായിട്ട് പോണത്. ഓരോ വീടുകളുടെയൊക്കെ വർക്കുകൾ എടുക്കാൻ തുടങ്ങിയ സമയത്തുള്ള എടുക്കാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വീടുകളിൽ ചെല്ലും. അപ്പോൾ അവർ പറയും, ഇവിടെ ഒരു ബാത്റൂമിൻ്റെ ഡോറിൻ്റെ വർക്ക് കാണും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജനലിൻ്റെ ഡോറിൻ്റെ വർക്കുകൾ കാണും എന്ന് പറയും. ഇത് ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ ഷോറൂം തുടങ്ങിയത് വിൽപ്പന ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതെങ്ങനെ പോയി? അതൊരു 6 വർഷം അടുപ്പിച്ചാവുന്നേ ഉള്ളൂ സാർ. ഇതിന് പിന്നിൽ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ ഒരു വരുന്നുണ്ട് കഥ. അതായത് വീട്ടിൽ ആക്ച്വലി വർക്ക് അലൂമിനിയത്തിൽ ചെയ്യാമെന്ന് ഞാൻ എൻ്റെ കോൺട്രാക്ടർമാരെ, ബിൽഡേഴ്സിനെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ വീടിൻ്റെ പാല് കാച്ച സമയത്ത് ഞാൻ ശബ്ദം എടുത്തു, മരങ്ങളെ നോവിക്കരുത്, മരങ്ങൾ മുറിക്കാതെ തന്നെ അലൂമിനിയം വെച്ചിട്ട് തന്നെ കല്ലിടുന്ന സമയത്ത് ആ ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പറയുന്നുണ്ട്, നമുക്കിവിടെ ജനലുകൾ, വാതിലുകൾ എല്ലാം അലൂമിനിയത്തിൽ തന്നെ ചെയ്യണം. ഇതിൻ്റെ കട്ടിലുകൾ, ഞാൻ ഉറങ്ങുന്ന കട്ടിൽ പോലും അലൂമിനിയത്തിലാണ്. ലിവ് ഇൻ അലൂമിനിയം, അതാണ് എൻ്റെ അന്നത്തെയുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ കട്ടിൽ, വാൾഡ്രോപ്പ്, ജനലുകൾ, കിച്ചൺ കബോർഡ്, ഇതെല്ലാം ഞാൻ എൻ്റെ വീട് പുതിയ വിൽക്കുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം ചെയ്തു വർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അന്നും എൻ്റെ മനസ്സിലുള്ള പ്ലാൻ സെക്കൻഡ് ഫ്ലോർ കൂടെ വേണം, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ കൂടെ വേണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ഇത് ഫുള്ള് അലൂമിനിയത്തിലേ ചെയ്യത്തോളം അന്നേ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. ഇപ്പം ഇതിൻ്റെ ഫ്രണ്ട് കട്ടള തടിയിലാണ് വെച്ചിരുന്നെങ്കിൽ, അവിടെ ഒരു മരം മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഒരിക്കലും തടി ഉപയോഗിക്കരുത്, അലൂമിനിയത്തിൽ തന്നെ എല്ലാം ചെയ്യണമെന്നുള്ള വാശി എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ വീടിൻ്റെ കഴിഞ്ഞ് വീട് വെച്ചു, പാല് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കോൺട്രാക്ടർമാർ, എന്നെ അറിയുന്ന ആർക്കിടെക്ട്സ്, ബിൽഡേഴ്സ്, ഒരുപാട് ആൾക്കാർ വരികയും ഇത് കാണി അലൂമിനിയം വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ,
കബോർഡ് ചെയ്യാൻ പറ്റുമല്ലോ, വാർഡ്രോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു 10 വർഷത്തിന് മുന്നേ ഉള്ള 10-15 വർഷം മുന്നേ ഉള്ള ഇതാണ്. ആ കാലഘട്ടത്തിൽ അതൊരു അത്ഭുതമായിരുന്നു അവർക്ക്. അലൂമിനിയം വെച്ചിട്ട് ജനൽ ചെയ്യുക, കട്ടിൽ ചെയ്യുക, അലമാരി ചെയ്യുക. അതിൻ്റെ കെയർ ഓഫ് പിന്നെ വർക്ക് അങ്ങ് കൂടി. ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും വർക്കിൻ്റെ എണ്ണം കൂടി. എൻ്റെ കയ്യിൽ നിൽക്കാതായി, ഓവർ വർക്കായി തുടങ്ങി. ഇത് പിടിച്ചാൽ കിട്ടാതായി, പല വർക്കുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതായി, പോകാൻ പറ്റാത്ത സമയമായി. അത്രയും വർക്കിൻ്റെ എണ്ണത്തിൽ ഞാൻ സ്റ്റിക്ഡാണ്. പിന്നെ എല്ലാ മേഖലയിലും എൻ്റെ ഒരു ടച്ച് വരണമെന്നുള്ള ഒരു ഉള്ളിലുള്ള ഒരു സാധനം. ഞാൻ വർക്കേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചാലും ഇവരോട് പറയും ഇങ്ങനെ എന്ന രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്യണം, ആംഗിൾ അടിക്കണം, വർക്ക് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതനുസരിച്ചാണ് എൻ്റെ വർക്കേഴ്സ് എൻ്റെ മൂഡിനകത്ത് വരികയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള സമ്പാദ്യങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ടാണ് ഞാനൊരു സ്റ്റോർ തുടങ്ങുന്ന ഒരു പ്ലാനിലേക്ക് വരുന്നത്. അപ്പം കൊല്ലത്ത് ചെറിയ സ്റ്റോറുകളുണ്ട്, അലുമിനിയത്തിൻ്റെ സ്റ്റോറുകളുണ്ട്, എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ ഈ ADF-ൻ്റെ ഒരു മെമ്പർഷിപ്പ് വേണം എന്നുള്ളത്. അലുമിനിയം ഡീലേഴ്സ് ഫോറം അതൊരു വലിയ സംഘടനയാണ്, കേരളം മൊത്തമുള്ള ഒരു സംഘടനയാണ്. അത് അലുമിനിയം ട്രേഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണം, എങ്കിൽ മാത്രമേ അലുമിനിയം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ എന്നെ കൊല്ലത്തുള്ള ജോസ് എന്ന് പറയുന്നൊരു അദ്ദേഹം എന്നെ സഹായിച്ചു. അദ്ദേഹമാണ് എൻ്റെ സ്റ്റോറിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്തു. നല്ല സ്റ്റോറാണ്, നീ ചെയ്യാൻ പറഞ്ഞു, എല്ലാ സപ്പോർട്ടും പിന്തുണയും തന്നു. അതനുസരിച്ച് ഞാൻ മെമ്പർഷിപ്പ് എടുത്തു. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 5-6 ലക്ഷം രൂപ അടുപ്പിച്ച് കൂട്ടി വെച്ചിരുന്ന ചിട്ടി പൈസയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ആ പൈസയ്ക്കാണ് മെറ്റീരിയൽ എടുത്ത് സ്റ്റോറിലേക്ക് വരുന്നതും. ഞാൻ സ്വന്തമായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഒപ്പം തന്നെ ഒരു സ്റ്റാഫ് കൂടെ ഉണ്ട്. പക്ഷെ അത് പരാജയമായിരുന്നു. എന്ത് പറ്റിയത്? തുടക്ക കാലഘട്ടത്തിൽ വലിയ സ്റ്റോറുകളിലേക്ക് ആൾക്കാർ പോവുള്ളൂ. നമ്മളെ പോലൊരു ചെറിയ ആൾക്കാരെ വർക്കറായിട്ട് മാത്രമാണ് ഇവർ കാണുന്നത്. അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആൾക്കാരിലേക്ക്. അവിടെ കിട്ടുന്ന സെയിം സാധനം തന്നെയാണ് നമ്മൾ കിട്ടുന്നതെങ്കിലും അവർക്കത് ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ട്. വലിയ കടയിൽ നിന്ന് എടുക്കുമ്പോൾ എന്തോ സംഭവമാണ്, ചെറിയ കടയിൽ നിന്ന് എടുക്കുമ്പം റേറ്റിൻ്റെ പ്രശ്നം, വലിയ ദോഷം, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തി കൊടുത്തു. പക്ഷെ അവിടെ ഞാൻ എൻ്റെ മേഖല കണ്ടെത്തിയത് എൻ്റെ വർക്കുകളിലേക്ക് നല്ല രീതിയിൽ അലുമിനിയം ഫ്ലോ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ മെറ്റീരിയൽ ആവശ്യം പോലെ വർക്കുകളും ഉണ്ട്, മെറ്റീരിയൽ ഫ്ലോ ചെയ്യാൻ പറ്റുന്നു. സോ ഞാനതൊരു സ്റ്റോറായിട്ട് തന്നെ, സ്റ്റോക്കിംഗ് പോയിൻ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് വർക്ക് സ്റ്റോറായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് പോയി. ഒപ്പം ഗ്രാജ്വലി നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിലിംഗ് മനസ്സിലാക്കിയ ഫാബ്രിക്കേറ്റേഴ്സ് കുറേശ്ശെ വന്നു തുടങ്ങി. അപ്പം ഞാൻ അവരെ തിരിച്ചും ഹെൽപ്പ് ചെയ്ത് തുടങ്ങി, അവർക്ക് വർക്കും കൊടുത്തു തുടങ്ങി. അപ്പോൾ അവർക്കും സന്തോഷമായി, എനിക്കും ഹാപ്പിയായി, എൻ്റെ സെയിൽസ് നടക്കുന്നുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്. പിന്നീട് ഞാൻ കൂടുതലും അവരെ കോച്ച് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് മാറി. വർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക, എൻ്റെ ഒരു ക്രാഫ്റ്റ് ഐഡിയോളജി എന്താണോ അത് പറഞ്ഞു കൊടുക്കുക, അതനുസരിച്ച് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് ആ ഫിനിഷിങ്ങും ക്വാളിറ്റിയിൽ എത്തിക്കുക എന്നുള്ള ഒരു ഡയറക്ഷൻ മെത്തേഡിലേക്ക് ഞാൻ മാറിയെടുത്ത് ടീമിനെ ബിൽഡ് ചെയ്തു. വെരി ഗുഡ്. അങ്ങനെ ഒരു 3-4-5 ടീമായി. അപ്പോൾ ഇവർ കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ മൈജിയുടെ വർക്കുകൾ വരുന്ന സമയത്ത് കൊണ്ടുപോയി വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കേപ്പബിൾ ആക്കി ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പല സ്റ്റോറുകളിലും ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് നമുക്ക് വർക്കേഴ്സ് തികയാതെ വരുമ്പോൾ പുറത്തുനിന്ന് വർക്കേഴ്സിനെ ഹയർ ചെയ്യും. ഇവർ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇനോഗ്രേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്ക് എടുക്കണം. അതെ. പ്രഷർ വരുമ്പോഴത്തേക്ക് ഇവർ ഇട്ടിട്ടങ്ങ് പോകും. പിറ്റേ ദിവസം വിളിച്ച ഫോൺ എടുക്കില്ല. അപ്പം നമ്മൾ കൊടുക്കും. നമുക്ക് ലേബേഴ്സിൻ്റെ സോഴ്സ് കൊണ്ട് ഉണ്ടെങ്കിലേ നമുക്കിത് ഇന്ന ഡേറ്റിൽ തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഞാൻ ഇറങ്ങി പല സാഹചര്യത്തിലും ഈ പൈപ്പിൻ്റെ മുകളിൽ കയറി വർക്ക് ചെയ്യും. കോട്ടയം സ്റ്റോറിൻ്റെ ഒക്കെ ടൈമിൽ ഞാൻ പൈപ്പിൻ്റെ മുകളിൽ കിടന്ന് വർക്ക് ചെയ്യും. മഴ പെയ്യുന്നു, അതൊന്നും കാര്യമാക്കാതെ നമ്മൾ കിടന്ന് ഉറങ്ങി കണ്ണ് കുരുങ്ങി ഇന്ന സമയത്ത് പോലും നമ്മൾ വർക്ക് ചെയ്ത് ആ ഇനോഗ്രേഷൻ മുടങ്ങരുത് അവരുടെ. അതിന് വേണ്ടിയിട്ട് ബാക്ക് എൻഡിൽ എടുക്കാവുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് എടുക്കുകയും, ഈ ഒരു വലിയ സ്റ്റോറിൻ്റെ പണി നടക്കുന്ന സമയത്ത് പറഞ്ഞുകൂടാ, അത് വലിയ സ്റ്റോറിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഞാൻ വർക്കെല്ലാം ഏൽപ്പിച്ചിട്ട് തിരിച്ച് കൊല്ലത്ത് വരുന്ന സമയത്ത് അറിയണു അവർ കളഞ്ഞിട്ട് പോയി. ഇന്ന ഡേറ്റിനുള്ളിൽ അവർക്ക് വർക്ക് തീർക്കാൻ പറ്റില്ല എന്നുള്ള കമ്മിറ്റ്മെൻറ്റ് പാലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ കളഞ്ഞിട്ട് പോയി. ഡ്രൈവ് ചെയ്ത് വന്ന് ഞാൻ ഉറക്കൊഴിഞ്ഞ് വന്ന് ഞാൻ തിരിച്ച് അതേപോലെ എൻ്റെ ടീമിനെ കയറ്റി തിരിച്ച് പോകേണ്ടി വന്നു. ബിക്കോസ് എൻ്റെ പ്രാദേശികമായ വർക്കുകൾ ഓടുന്ന കൂടെ തന്നെ ഇവരുടെ ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള വർക്കുകൾ ഓടിപ്പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ പാടുപെടുന്നുണ്ടായിരുന്നു, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ വർക്കേഴ്സിനെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോയി വർക്ക് ചെയ്യിപ്പിക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗ്ഗം അതിലില്ലായിരുന്നു. അങ്ങനെ ഞാനും ഇറങ്ങി വർക്ക് ചെയ്യും. എവിടെ ആയാലും ഞാൻ പോകുന്ന സമയത്ത് ഞാനും കൂടെ ഇറങ്ങി നിന്ന് വർക്ക് ചെയ്ത് എങ്ങനെയും ഫിനിഷ് ചെയ്ത് കൊടുക്കുക, ആ ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ. 5 ദിവസം ടൈമെങ്കിൽ 5 ദിവസം 4 ദിവസത്തിനുള്ളിൽ തീർക്കണമെന്നുള്ള ഒരു ഡെഡിക്കേഷൻ മൈൻഡോട് കൂടി അതിൽ ഊണോ ഉറക്കോ ഒന്നും നമുക്ക് ബാധകമാവത്തില്ല. വെറൈറ്റി അലൂമിനിയം ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ACP ഉണ്ട്, അലൂമിനിയം കോമ്പോസിറ്റ് പെറ്റ് ക്ലാഡിങ്ങും ചെയ്യുന്നുണ്ട്. അതായത് ഏത് പഴയ ബിൽഡിങ്ങിലേക്ക് ഒരു പുതിയ ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഒരു ഡിസൈൻ കൊടുക്കുക. അത് എൻ്റെ ക്രാഫ്റ്റ് ഷിഫ്റ്റ് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു വീക്ക് പോയിൻ്റ് കൂടെ ഉണ്ട്. എല്ലാ സ്കിൽ സെറ്റും എനിക്കില്ല സാർ. എനിക്ക് ക്രാഫ്റ്റിൽ നല്ല സ്കിൽ സെറ്റ് ഉണ്ട്, വർക്കിൽ സ്കിൽ സെറ്റ് ഉണ്ട്. ബാക്ക് എൻഡ് എൻ്റെ ടീമാണ് എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്ത് തരുന്നത്. മെയിൽ അയക്കുന്നത്, ബില്ല് അടിക്കുന്നത്, അതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ നോളജുകൾ വളരെ കുറവാണ്. അതിന് ഒരു ഇൻസൾട്ട് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി
ഞാനൊരു മെഷർ ചെയ്യാൻ പോയ ഒരു സ്ഥലത്ത് ഒരു മലയാളി, ആ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊരു വിൻഡോയുടെ വർക്കിന് പോകുന്ന സമയത്ത് പുള്ളി എന്നെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. കാര്യം മലയാളിയാണെങ്കിലും കാര്യം മലയാളിയാണ്, പക്ഷെ പുള്ളി നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഇപ്പോൾ ഇംഗ്ലീഷ് പറയാൻ അറിയുമെങ്കിൽ നമുക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം. നമ്മൾ കൊത്തിപ്പറക്കി സംസാരിക്കുമ്പം പുള്ളി ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടോട്ട് എന്നെ നോക്കിയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഈ ഫ്ലുവൻസിറ്റി കൂടുന്ന എവിടെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പിന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. വീണ്ടും എൻ്റെ പഠിത്തം തന്നെയാണ് എന്നെ, അന്വേഷണങ്ങളും പഠിത്തം തന്നെയാണ് ഓരോ സ്ഥലത്തും. എപ്പോഴെങ്കിലും ഇയാളെ കണ്ടുപിട്ടിയോ? ഒരു തവണ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഷേഖാൻ്റെ അടുത്ത്, ഹലോ, ഡു യു റിമെമ്പർ മീ? ഐ എം ദാറ്റ്സ് ലാസ്റ്റ് വർക്ക് ഐ ഡൂയിങ് ഇൻ ദ അലൂമിനിയം ഫാബ്രിക്കേഷൻ വിൻഡോ. ഹീ സെയിങ് ഐ ഡോണ്ട് ഫൊർഗെറ്റ് യു എന്ന് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഐ റിമെമ്പർ യു, യു സ്ട്രഗിൾ, യു ടോക്ക് മീ, യു ദാറ്റ് ടൈം ഇറിറ്റേറ്റഡ് മീ, ഐ സ്റ്റഡി ഇൻ ഇംഗ്ലീഷ് വെരി വെൽ, ഐ ഫ്ലുവൻ്റ്ലി ടോക്ക് ടു യു എന്ന് പറഞ്ഞ് തിരിച്ച് പുള്ളിക്ക് ഒരു ഷേഖാനും കൊടുത്തിട്ട് പോരുന്നു. പുള്ളി അന്നേരം ഒരു ലജ്ജയോട് കൂടി പുള്ളി എന്നെ നോക്കി. അപ്പം എവിടെയും ഇൻസൾട്ട് ചെയ്യുന്നിടത്തുനിന്ന് ഞാൻ കയറി പോന്നിട്ട്. നമ്മുടെ ഇന്നത്തെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ അലൂമിനിയം കമ്പോസിറ്റ് പാനലായി, പിന്നീട് വീടുകൾ നിർമ്മിച്ച്, ഇപ്പൊ താങ്കളുടെ വീട് അതിനിടയിൽ പൂർത്തിയാക്കിയോ? വീട് പൂർത്തിയാക്കി. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് പൂർത്തിയാക്കിയതിന് ശേഷം സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള ഒരു വർക്കിന്റെ ലെവലിലേക്ക് ഞാൻ എടുക്കുന്നു. എന്താണ് അതിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത ഫുള്ളി അലൂമിനിയം തന്നെയാണ്. അതിന്റെ വാള്, അതിന്റെ ജനലുകള്, കബോർഡുകൾ, ഡോറുകൾ, അലൂമിനിയത്തിന്റെ ക്യൂരിയോസിറ്റിയിൽ എന്ത് ഐറ്റം ന്യൂ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അതിന്റെ എല്ലാ എക്സ്ട്രീം ലെവലിൽ ഞാൻ അതിനെ, നമ്മുടെ ഈഗിൾസിലുള്ള പല ആൾക്കാരും താങ്കളുടെ വീട് വിസിറ്റ് ചെയ്ത എല്ലാവരും അതാണ് വിളിക്കുന്നത്. ഞാനൊരു ദിവസം വരും നിങ്ങൾ കാണാൻ, കാരണം ഒരു വല്ല അത്ഭുതമാണെന്നാണ് അവരെല്ലാവരും എന്നോട്. ഉറപ്പായിട്ട്. അതായത് അലൂമിനിയം, ഫുൾ അലൂമിനിയം സാർ, ഫുൾ അലൂമിനിയം. അത് ഞാൻ മനസ്സിലാക്കണത് കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു വീടേ ഉണ്ടാവുള്ളൂ, അലൂമിനിയത്തിൽ ചെയ്തിരിക്കുന്ന, ഫുള്ളി ചെയ്തിരിക്കുന്ന ഒരു വീട്. അത് നമ്മുടെ കൊണ്ട് വേറെ വർക്കുകൾ കിട്ടിയോ? ഒരുപാട് വർക്കുകൾ കിട്ടി. ആ ഇത് കണ്ടതിന് ശേഷം ഒരുപാട് ആർക്കിടെക്ട്സ്, ബിൽഡേഴ്സ് ഒക്കെ കണക്ട് ചെയ്ത് വർക്കുകൾ തരാൻ തുടങ്ങി. എന്നെ മനസ്സിലാക്കുന്നിടത്ത് ഞാൻ പറയണത് എൻ്റെ ഓഫീസ്, എൻ്റെ വീട്, എൻ്റെ വർക്കുകൾ ഇത് വന്ന് കണ്ട് നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി നോക്കിയതിന് ശേഷം മാത്രം എന്നെ വർക്കിന് വിളിച്ചാൽ മതി. ചിലപ്പോൾ ഒരു 5 രൂപ കൂടുതലാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം, പക്ഷേ ആ ക്വാളിറ്റിയും സസ്റ്റൈനബിലിറ്റിയും ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നു. 20 രൂപ ദിവസക്കൂലിയാണ് ജിതിന് കിട്ടിയിരുന്നത്. പിന്നീട് ആ പണിക്കാരിൽ നിന്ന് ഒരു സംരംഭകനായി മൈജിയുടെ 100ഓളം ഷോറൂമുകൾ കേരളത്തിൽ താങ്കൾ തന്നെയാണ് ചെയ്തത്. അതെ. ഇന്ന് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? ഒരു 10-60 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അഭിമാനിക്കാം. 60 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക് താങ്കൾ വളർന്നു കഴിഞ്ഞു. ഉറപ്പായിട്ട്. പിന്നെ ഓഫീസിൽ നമുക്കൊരു 10 ആൾക്കാരുണ്ട്. 10 പേര് വേറെ ഉണ്ട്. ഓഫീസ് സ്റ്റാഫുകളുണ്ട്. വെരി ഗുഡ്. അതിനിടയിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു അല്ലേ? അതെ. എന്താണത്? അതായത് അലൂമിനിയം പാനിൻ്റെ ലെവലിൽ സെല്ല് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഞാനതൊരു ട്രെയിൻ യാത്രയിൽ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ ഒരാൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു സംഭവം ഞാൻ എൻ്റെ കണ്ണിൽ ശ്രദ്ധയപ്പെടുന്നു. അപ്പം ഞാൻ വിളിച്ച് എൻ്റെ ടീമിനോട് പറയുന്നത്, എനിക്കിതിങ്ങനെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അലൂമിനിയം എൻ്റെ തൊട്ടടുത്ത സ്റ്റോറുകൾക്ക് പകരം എനിക്ക് പാനിൻ്റെ ലെവലിൽ ഈ സാധനത്തിനെ ഓൺലൈനായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ എൻ്റെ വരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് ഞാൻ കളക്ട് ചെയ്യുന്നു. എല്ലാ പ്രൊഫൈലിനെയും കട്ട് പീസുകൾ കളക്ട് ചെയ്ത് ഫോട്ടോഷൂട്ടാക്കി ആപ്പ് ബിൽഡ് ചെയ്ത് പാനിൻ്റെ ലെവലിൽ ഈ സാധനത്തിനെ വിട്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് പലയിടത്തുനിന്നും ഓർഡറുകൾ വരാൻ തുടങ്ങി. ഹരിയാന, ഡൽഹി, ബോംബെ എന്നൊക്കെ ഓർഡറുകൾ വരാൻ തുടങ്ങി. ഇത് ഞാൻ ഇവിടെ നിന്ന് സെല്ല് ചെയ്യുന്നു. എനിക്ക് തൊട്ടടുത്തുള്ള സ്റ്റോറുകൾക്ക് പകരം പുറത്തുനിന്നുള്ള ഓർഡറുകളിലേക്ക് ഞാൻ ക്ലിക്ക് ആവാൻ തുടങ്ങി. പിന്നെ ആമസോണിൽ സെല്ലർ ആവാൻ തുടങ്ങി, ഫ്ലിപ്കാർട്ടിൽ സെല്ലർ ആവാൻ തുടങ്ങി. വെരി ഗുഡ്. അങ്ങനെ ഞാൻ ആ ഓൺലൈൻ മേഖലയിൽ കുറച്ചും കൂടെ നന്നായി എൻ്റെ പ്രൊഫൈലുകൾ നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ചെറുതും വലുതുമായ എത്ര വർക്കുകൾ ചെയ്തിട്ടുണ്ടാവും? പ്രോജക്റ്റുകൾ ഒരു 10-45-50 വലിയ പ്രോജക്റ്റുകൾ. ചെറുതൊരു 1000-1500 പ്രോജക്റ്റുകൾ, ചെറിയ പ്രോജക്റ്റ്. കേരളത്തിൽ മാത്രമാണോ? കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, ബാംഗ്ലൂർ, എല്ലാ സ്ഥലത്തും പോയി പണി. രാജ്യത്ത് എവിടെ വേണമെങ്കിലും പോയി പണിയാൻ റെഡിയാണ്. എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ സെറ്റാണ്. അവിടെ നിന്നാണ് വലിയൊരു തീരുമാനം എടുക്കുന്നത് മാനുഫാക്ചറിങ്. അതെ, മാനുഫാക്ചറിങ്. എന്തായിരുന്നു അത്? മാനുഫാക്ചറിങ് എന്ന് വെച്ചാൽ അലൂമിനിയം സിസ്റ്റം, വിൻഡോസ് ആൻഡ് ഡോസിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഹിൻഡാൽകോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എക്സിബിഷൻ ഞാൻ ഡൽഹിയിൽ പോയപ്പം കാണുകയുണ്ടായി. ഓക്കെ. അപ്പോൾ എക്സിബിഷന് ചെന്നപ്പോൾ ഹിൻഡാൽകോയുടെ ഒരാളുമായിട്ട് ഞാൻ കുറേ നേരം സംസാരിക്കാൻ പറ്റി. എനിക്ക് ഹിന്ദിയും ഇംഗ്ലീഷും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അറിയുന്നതുകൊണ്ട് ഇവരോട് നല്ല രീതിയിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതിൻ്റെ വശങ്ങൾ എന്താണ്, കാര്യങ്ങളെന്ന് മനസ്സിലായപ്പോൾ ഇതാണ് അടുത്ത ഒരു ഫ്യൂച്ചർ എന്ന് എനിക്ക് ഐഡിയോളജി മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിൻ്റെ മെഷീനറീസ് അവിടെ കിട്ടും, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് ജപ്പാൻ, ചൈന, പുതിയ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇത് കൊണ്ടുവരേണ്ടി വരും. ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പുള്ളി എന്നോട് പറഞ്ഞു. ഞാനും സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി, പുതിയ ഹൈറൈസ് ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റുകൾക്കെല്ലാം ഇതിൻ്റെ ആവശ്യകതയുണ്ട്. പുതിയ ടെക്നോളജിയിലുള്ള വർക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കിടെക്ട്സ് ആയാലും ബിൽഡേഴ്സ് ആയാലും ആവശ്യപ്പെടുന്ന പുതിയതായി എന്ത് തരാനുണ്ട് നിങ്ങൾക്ക്, പഴയ സാധനങ്ങൾ വേണ്ട, പുതിയതായി എന്ത് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിഷൻ ടെക്നോളജിയിൽ സിസ്റ്റം മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എൻ്റെ മൈൻഡിലാകുന്നു. ഇതിൻ്റെ പുറകെയുള്ള അന്വേഷണം ആവുന്നു. എൻ്റെ ഫോക്കസ് വർക്കിലും ട്രേഡിങ്ങിലും എൻ്റെ ടീമിനെ ഏൽപ്പിക്കുന്നു.
എൻ്റെ ഫുൾ ഫോക്കസ് ഫാക്ടറി എന്നുള്ള സാധനത്തിൽ സെറ്റ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ അറിയണത് ഇതിൻ്റെ എക്സ്പോർട്ടിംഗ് ലെവലിലേക്ക് കൂടെ ചിന്തിച്ചാൽ നന്നായിരിക്കും എന്നുള്ള ഒരു അറിവ് ഒരു ഗവൺമെൻറ്റിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിന് ബന്ധപ്പെട്ട് ഞാൻ ലോണിന് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഈ വിഷയം ചോദിക്കാൻ പോകുമായിരുന്നു പണം എവിടെ നിന്ന് കണ്ടെത്തിയെന്ന്. അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് വന്നപ്പോൾ ഒരു 1.5 കോടി 2 കോടി അടുപ്പിച്ച് ബഡ്ജറ്റ് ആവശ്യമാണ്. അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെച്ചിട്ട് ഇത് എല്ലാം കൂടെ നമ്മൾ ഈ രണ്ടെണ്ണത്തിൽ നിന്ന് വലിച്ച് പൈസ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും ക്യാപിറ്റൽ കട്ടായി പോകും. സോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ക്യാപിറ്റൽ അങ്ങനെ നല്ല നിലനിർത്തിക്കൊണ്ട് പുതിയൊരു ലോണിന് വേണ്ടി സംരംഭമായിട്ട് ചെല്ലുന്നു. KFCയെ സമീപിക്കുന്നു. KFC ലോൺ റിജക്റ്റ് ചെയ്യുന്നു. ആ സമയത്താണ് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. KFC ഹെഡിനെ വിളിച്ചിട്ടുണ്ട്. അതെ, സംസാരിക്കും. അപ്പോൾ ഇതിലെ ഈഗിൾസിലുള്ള പല ആൾക്കാരുമായിട്ടുള്ള അഡ്വൈസ് എടുക്കുന്നു. അന്ന് എൻ്റെ ഈഗിൾ ഫാമിലി എൻ്റെ കൂടെ നിന്ന് എല്ലാ സൈഡിൽ നിന്ന് എല്ലാവരും വിളിച്ചു, സപ്പോർട്ട് തന്നു, എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് KFCയിൽ ചെന്ന് സംസാരിച്ച സമയത്ത് റിജക്റ്റായി. KFCയുടെ ഹെഡിനെ കാണാനുള്ള ഒരു അവസരം കിട്ടുന്നു. ഞാൻ അവിടെ ചെന്ന് എൻ്റെ പ്രൊഫൈല് പുള്ളിയെ കാണിക്കണം. സാർ, ഇതാണ് എൻ്റെ ഒരു മാതൃഭൂമി ലോൺ. എന്തായിരുന്നു റിജക്റ്റ് ചെയ്യാൻ കാരണം? റിജക്റ്റ് ചെയ്യാന്നുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ അമ്മയുടെ പ്രോപ്പർട്ടിയാണ്. സോ അമ്മയുടെ പ്രോപ്പർട്ടിയിൽ ഒരിക്കലും ലോൺ സാങ്ഷൻ ചെയ്ത് തരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ലീസ് ഡീഡ് എഴുതണം. എന്തെങ്കിലും അതൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് ഇവരത് പറഞ്ഞിരുന്നില്ല. ലീസ് ഡീഡ് എഴുതി എൻ്റെ പേരിൽ ഇത്ര വർഷത്തേക്ക് റെൻറ്റിന് എടുക്കുക എന്നുള്ള ഒരു കപ്പാസിറ്റിയിൽ സാധനം തരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ പുള്ളിയാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പം ഞാനൊരു വാടകയായി അമ്മയുടെ വസ്തുവിൽ നിന്ന് ഞാൻ വാടകയ്ക്ക് എടുക്കുന്ന രീതിയിലാക്കിക്കൊണ്ട്. പക്ഷെ അവിടെ അവരത് റിജക്റ്റ് ചെയ്തു. ബേസിക് കാരണം ഇവർ പറയണമെന്ന് വെച്ചാൽ ഇതിനുള്ള സ്കോപ്പ് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ് ആവുമെന്ന് പറ്റുമോ പറയൂ. അമ്മയുടെ ഇതും ഒരു പ്രശ്നമായിട്ട് അമ്മയുടെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ അവിടെല്ലാം ഞാൻ ധൈര്യത്തോടെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സിബിൽ സ്കോർ നോക്കണം, എൻ്റെ റീബൗണ്ടിങ് കപ്പാസിറ്റി നോക്കണം, എൻ്റെ ടേൺ ഓവർ നോക്കണം, എൻ്റെ GST ITR ഫയലിങ്ങിൻ്റെ കപ്പാസിറ്റി നിങ്ങൾ ചെക്ക് ചെയ്തു. ഇത് എവിടെയെങ്കിലും എൻ്റെ ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്തു. ഞാൻ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റും സബ്മിറ്റ് ചെയ്യുവാണ് ഇവർ മുന്നിൽ. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ ഓക്കെ ആണെന്ന് ഇവർക്ക് അറിയാം. പക്ഷേ ഇവർക്ക് ഈ ഒരു ചെറിയ മൈന്യൂട്ട് ഇഷ്യൂ വെച്ചിട്ട് ഇവർ റിജക്റ്റ് ചെയ്യാനുള്ള പല ശ്രമങ്ങളും നോക്കി. പക്ഷെ ഞാൻ ഇവിടെ ഒന്നും തോക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. എന്ത് വന്നാലും മുന്നോട്ട് തന്നെ പോകും, അതിനകത്ത് ഒരു മാറ്റമില്ല എന്നുള്ള ലക്ഷ്യബോധം എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഈ ഫാക്ടറിയുടെ ആക്ച്വലി ഒരു പ്ലാൻ എടുക്കുമ്പോൾ തന്നെ സാർ ആക്ച്വലി എൻ്റെ മൈൻഡിലുള്ളത് ക്ലിയർ പിക്ചർ എൻ്റെ മൈൻഡിൽ ഒരു ആൽബം പോലെ സെറ്റഡ് ആണ്. ഇത് ഒരു വേൾഡ് ക്ലാസ് ഫാക്ടറി വേണം. ബിക്കോസ് ഞാൻ അന്നും എക്സ്പോർട്ടിങ്ങിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ വിൽക്കാതെ പുറത്തേക്ക് വിട്ടു? എൻ്റെ ബ്രാൻഡ് വെറൈറ്റി അലുമിനിയം ആൻഡ് ഡിസൈനേഴ്സ് എന്ന സാധനം പുറത്ത് സായിപ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ $1 വാല്യൂ എന്ന് പറഞ്ഞാൽ 85 രൂപ അടുപ്പിച്ച് വരുമെന്ന് എനിക്ക് കൃത്യമായി അറിയാം. സായിപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ചീപ്പ് പൈസയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പൈസയാണ്. സോ എനിക്കിവിടെ നിന്ന് എന്തുകൊണ്ട് വിൻഡോസും ഡോസും എക്സ്പോർട്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. അതിൻ്റെ എക്സ്പോർട്ടിംഗ് മേഖലയെപ്പറ്റി ഞാൻ പഠിക്കാനായിട്ട് 10-20 ദിവസം ക്ലാസ്സിന് പോയി. അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തു. അവരെ കൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ബയേഴ്സിനെ കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അത് ടീമിനോട് പറഞ്ഞു കൊടുത്തു. ടീം അതിന് വേണ്ട ഹെൽപ്പുകൾ എന്നെ ചെയ്തു തന്നു. പിന്നെ അതിൻ്റെ IVC കോഡ് എടുത്തു. വിഴിഞ്ഞം പോർട്ടെന്ന് പറഞ്ഞ വലിയൊരു സാധ്യത എൻ്റെ മുന്നിൽ തുറന്നു. കളക്ടറായിട്ട് പോയി കാണുകയും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ അടുത്ത് പോവുകയും കാര്യങ്ങൾ എല്ലായിടവും ചെല്ലുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് കിട്ടുന്നുണ്ട് സാർ. ബിക്കോസ് എൻ്റെ പ്രൊഫൈല് നന്നായിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് 2000 ജെന്യൂൻ ആണ്. ബിക്കോസ് ഞാൻ ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് ഇന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഫാക്ടറി പണി തീർത്തു വേൾഡ് ക്ലാസ്. അതായത് സായിപ്പിനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ ഒരു ഹൈടെക് ഫാക്ടറി തന്നെ ആവണമെന്നുള്ള. അതായത് സായിപ്പ് ഇവിടെ വന്ന് നമ്മുടെ ഫാക്ടറി കണ്ടാൽ ഞെട്ടണം. അങ്ങനെ ഒരു സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സാധനം റെഡിയാക്കി. പക്ഷേ നിങ്ങൾ ഇനോഗ്രേഷൻ ചെയ്തിട്ടില്ല. ഇനോഗ്രേഷൻ ചെയ്യാത്ത കാര്യം എനിക്ക് ബയേഴ്സിന് കിട്ടിയിട്ട് ഫസ്റ്റ് ഓർഡർ സെറ്റ് ആവുന്നതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നു. ഓൾറെഡി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഞാൻ ഹിൻഡാൽക്കോ എന്നൊരു ട്രസ്റ്റഡ് ആയ പാർട്ണറുണ്ട്. അവർ ഹിൻഡാൽക്കോ എന്ന് മെറ്റീരിയൽസ് എനിക്ക് തന്നു. ഞാൻ അവിടെ ടെസ്റ്റുകൾ അടിച്ചു തുടങ്ങി. ഇതൊപ്പം തന്നെ ഇതിൻ്റെ പ്രൊഫൈൽ ചൈനയിൽ നിന്ന് കൊണ്ടുവരാനുള്ള ലേറ്റസ്റ്റ് പ്രൊഫൈലുകളുണ്ട്. അതിവിടെ ഡൽഹിയിൽ ഒരാൾ ബൈ ചെയ്യുന്നുണ്ട്. അയാളിൽ നിന്ന് കണക്ട് ചെയ്ത് കുറേ പ്രൊഫൈലുകൾ കൊണ്ടുവന്നു. ഇതെല്ലാം ഞാൻ എൻ്റെ മെഷീനറീസിൽ തന്നെ കട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് സാമ്പിൾ ചെയ്ത് എല്ലാം നോക്കി. അതിൻ്റെ പെർഫെക്ഷൻ, ക്വാളിറ്റി ഇതെല്ലാം ഞാൻ തന്നെ ആദ്യം അഷ്വർ ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊരു പ്രൊഡക്റ്റ് വെളിയിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എല്ലാ കാര്യം ഞാൻ ലോക്കൽ മാർക്കറ്റിലും നമ്മൾ കൊടുക്കും. ലോക്കൽ മാർക്കറ്റിൽ കേരളം എന്നല്ല, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ റെഡിയാണ്. ബട്ട് അപ്പം എൻ്റെ വിഷൻ എപ്പോഴും എക്സ്പോർട്ടിങ് തന്നെയാണ്. അവിടെ തന്നെയാണ് ഞാൻ എത്തേണ്ട ലക്ഷ്യം എന്ന് എനിക്കറിയാം. അപ്പം നമ്മുടെ സായിപ്പ് ഇവിടെ വന്നാൽ കൊണ്ട് കാണിക്കാൻ പറ്റണം. നമ്മൾ ഒരുമിച്ച് ചൈനയിലെ ഫാക്ടറി വിസിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യമാണ്. അതെ. ഇതിനേക്കാളും നല്ലൊരു ഫാക്ടറിയാണ് അതെ എൻ്റെ നാട്ടിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഉറപ്പാണ്, അത് വിജയിക്കുന്നുള്ളത്. ഉറപ്പായിട്ടും വിജയിക്കുന്നുണ്ട്. എനിക്ക് വേറൊരു അച്ചീവ്മെന്റ് അവാർഡ് കൂടെ കിട്ടിയിട്ടുണ്ട് സാർ. കേരളത്തിലെ ഏറ്റവും വലിയൊരു ഗ്ലാസ് കനോപ്പി ചെയ്തിട്ടുണ്ട്. അവിടെയാണ് കൊടക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ. അതിലെനിക്ക് രണ്ടുപേരുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് ഷെബീറും നൗഫലും എന്ന് പറഞ്ഞ 2 ആൾക്കാരുടെ ഒരു വലിയ പിന്തുണ അതിലുണ്ടായിരുന്നു. അതൊരു ടൈം ഡിലേ ആയിരുന്നു. ഒരു 10 ദിവസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞൊരു വർക്ക് 7 ദിവസം കൊണ്ട്
ഞങ്ങൾ വലിയൊരു റിസ്ക് എടുത്ത്, അതായത് ഒരു വായുവിൽ ഒരു പറവയെ പോലെ നിൽക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു കെനോപ്പി സെറ്റ് ചെയ്ത് കൊടുക്കണു. അതിൽ മുഖ്യമന്ത്രിയുടെ ഒരു അവാർഡൊക്കെ നമുക്ക് കിട്ടി. സന്തോഷം, അഭിമാനമുണ്ട് താങ്കളെക്കുറിച്ച് ഓർത്ത്. അജിത്ത്, നമ്മൾ ഈഗിളിൻ്റെ 4 ദിവസത്തെ വേദിയിൽ കണ്ടെങ്കിലും പിന്നീട് ഒരു സഹോദര ബന്ധം ഉണ്ടാവുന്ന യാത്രകളിലാണ്. അതെ, നമ്മൾ ഒരുമിച്ച് ഒരു 8 ദിവസം ദുബായ്, ബാക്കു, അതെ, 10ഓളം ദിവസം ചൈനയിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് കറങ്ങി നടന്നിട്ടുണ്ട്. ഒരുപാട്. ഈ ട്രിപ്പിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ ഗ്രൂപ്പിൽ 50 പേരുണ്ടെങ്കിൽ അജിത്താണ് താരം. അതെ, എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്ത് ചിരിച്ച് കളിച്ച്, ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തമാശ പറയാനായിട്ട്. അതെ. ഇങ്ങനെ എങ്ങനെയാണ് ചിരിച്ച് കളിച്ച് നടക്കാൻ പറ്റുന്നത്? ഈ എനർജി ഇങ്ങനെ പമ്പ് ചെയ്യുന്നത്, ഞാൻ പല പ്രശ്നങ്ങളിലും ഡയറക്റ്റ് ഇറങ്ങിപ്പോയി നിന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ ഒരു ദിവസം രാവിലെ ഉറക്കം 3 മണിക്ക് കാണുന്നത് എൻ്റെ അമ്മ മണന ഒഴിച്ചിരുന്ന് കത്തിക്കുന്ന ഒരു സീനാണ്. ആ സമയത്ത് എൻ്റെ ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ പോയി ചാക്കെടുത്ത് മൂടി അമ്മേനെ സപ്പോർട്ട് ചെയ്ത് എടുത്ത് സ്വന്തം കയ്യിലെടുത്ത്, അച്ഛനും പെങ്ങളും എല്ലാം തകർന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവരെല്ലാം ക്യാരി ചെയ്ത് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ഒരു 60-70 ദിവസം കിടന്ന് ഈ സ്കിൻ ഫുള്ള് കത്തിപ്പോയതാണ്. അതായത് ബേണാന്ന് പറഞ്ഞാൽ 35% മുകളിലായിരുന്നു ബേൺ അമ്മയുടെ. അതിനെല്ലാം ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് റിക്കവർ ചെയ്തിട്ടാണ് അമ്മേനെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പം ഇത് കൂടാതെ കിണറ്റിലെടുത്ത് ചാടിയ സമയത്തൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് പ്രശ്നങ്ങളിൽ പോയി നമ്മൾ ഡയറക്റ്റ് നിന്ന് ഫേസ് ചെയ്തത് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു മനോധൈര്യം, ഇനി ഇതിനപ്പുറത്തേക്ക് ഒന്നും വരാനില്ല എന്നുള്ള ആ ഒരു ചിന്ത, എന്ത് വന്നാലും ഞാൻ മുന്നിൽ നിൽക്കും, ഇറങ്ങി നിന്ന് അതിനെ ഫേസ് ചെയ്തേ പോകുള്ളൂ എന്നുള്ള ഒരു ധൈര്യം, പിന്നെ ഈ പ്രഷറിൽ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ്. പക്ഷെ അവിടെയും അജിത്ത് ഒന്ന് പതറി കഴിഞ്ഞ വർഷം. പതറി. അതൊരു വലിയൊരു നൊമ്പരം തന്നെയാണ് സാറേ. ഇത്രയും ആൾക്കാരെ ക്യാരി ചെയ്യുന്നത് എൻ്റെ ഒരാളുടെ ചിറകിൽ തന്നെയാണെന്ന് എനിക്കറിയാം. എൻ്റെ അച്ഛനായാലും അമ്മയായാലും സിസ്റ്ററായാലും എൻ്റെ സിസ്റ്റർ എന്നെ വിട്ട് പോയി. അതൊരു വല്ലാത്തൊരു ഭയങ്കര ഒരു വേദനയായി മാറി. എന്താ സംഭവിച്ചത്? അതായത് അമ്മ സുഖമില്ലാത്ത സമയത്ത് അമ്മ അവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോവും. സിസ്റ്റർ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. ആ സിസ്റ്റർ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് തോന്നിയൊരു വൈകാരിക നിമിഷത്തിൽ പുള്ളി കയറി ഹാങ് ചെയ്ത് സൂയിസൈഡ് ചെയ്തു. അതൊരു മൈൻഡ് സെറ്റാണ് സാറേ. അത് നമ്മൾ അവരെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കണം. അതാണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്നുള്ള സാധനം. ഒരു നിമിഷം മതി മൈൻഡ് ചേഞ്ചായി പെട്ടെന്ന് എന്തും ചെയ്യും. അമ്മയെ കണ്ടാണ് അവരും. അതെ, അമ്മയെ കണ്ടെന്ന് വെച്ചാൽ ഞാനും എൻ്റെ സിസ്റ്ററും കൊച്ചിലെ തൊട്ട് കാണുന്നത് ഇതാണ്. ഒരു വല്ലാത്തൊരു മാനസിക അന്തരീക്ഷമാണ് സാറേ. രാവിലെ തന്നെ ആയാലും അമ്മ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, കൈ കിട്ടുന്ന സാധനം വെച്ച് അടിക്കുക. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ ഡോക്ടർ എന്നോട് തന്നെ സംസാരിച്ചവൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മൈൻഡ് അറിയാതെ സംസാരിക്കുന്ന സാധനങ്ങളാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ആ ഒരു സ്ട്രഗിള് ഭയങ്കര ഇതാണ്. അതൊക്കെയാണ് അത് നമ്മുടെ ധൈര്യം, ആ സ്ട്രെങ്ത് എന്ന് പറയുന്ന സാധനം. താങ്കൾ ചിരിച്ചുകൊണ്ട്. അതെ, ചിരിച്ചുകൊണ്ട്. നമ്മുടെ ഉള്ളിൽ എത്ര വിഷമമുണ്ടെങ്കിലും നമ്മുടെ കാണുന്ന ആൾക്കാരിൽ ചിരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈഗിളിലെ എല്ലാ മെമ്പേഴ്സിൻ്റെ കൂടെയും ഒരു ഫ്രണ്ട്ലി വരുന്നതിൻ്റെ കാര്യവും. ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഭാവി സ്വപ്നങ്ങൾ ഇപ്പോൾ എനിക്കൊരു ബെൻസ് മേടിക്കണമെന്നുള്ള ഒരു മോഹമുണ്ട്. ബെൻസിന് വേണ്ടി മേടിക്കും ഞാൻ, അതിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കണം. പിന്നെ എൻ്റെ കൂടെയുള്ള ടീം കുറച്ചും കൂടെ വലുതാക്കണം. ഇപ്പോൾ എനിക്ക് 4 ബിസിനസ്സാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ഇപ്പം അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് കൊണ്ട് നടക്കുന്നുണ്ട്, ട്രേഡിങ് കൊണ്ട് നടക്കുന്നുണ്ട്, ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം കൊണ്ട് നടക്കുന്നുണ്ട്, ഇപ്പോൾ മാനുഫാക്ചറിങ് കൂടെ ആയിട്ടുണ്ട്, എക്സ്പോർട്ടിങ് കൂടെ ആയിട്ടുണ്ട്. ഈ 5 സ്ഥലങ്ങൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. മറ്റുള്ളവർക്ക് ഇതൊരു തൊഴിലായിരിക്കാം, പക്ഷേ ഇതെൻ്റെ ബ്രീത്ത് പോലും ഇതാണ്. എൻ്റെ ശ്വാസം എന്ന് പറയുന്നത് അലുമിനിയത്തിൽ മാത്രമാണ്. അലുമിനിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അലുമിനിയത്തിന് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, പുതിയ മേഖലകൾ സൃഷ്ടിച്ചു കൊടുക്കുക. എൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്ന സാധനം ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു വേൾഡ് ക്ലാസ് ഒരു സ്റ്റോർ ഞാൻ ചെയ്യുന്നുണ്ട് കൊല്ലത്ത് തന്നെ. ഇപ്പം റീസെൻ്റ്ലി അത് ഇനോഗ്രേഷൻ ആവുന്നുണ്ട്. അലിയാസ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ വലിയൊരു സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റോറും അതിഗംഭീരമായിട്ടുണ്ട്. അതും എന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയിൽ ഏൽപ്പിക്കുകയാണ്. എന്നെ വിശ്വസിച്ച് ഒരാൾ മുടക്കണ പൈസയ്ക്ക് അയാൾക്ക് വർത്തായിട്ടുള്ള സാധനം കൊടുക്കണം, അയാൾക്ക് ഒരു അപ്രിസിയേഷൻ കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിനോടുള്ള. അങ്ങനെ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും 100% പെർഫെക്റ്റായിട്ട് എൻ്റെ ഡെഡിക്കേഷൻ്റെ അങ്ങേയറ്റം ഇടും ഞാൻ. ടൈം പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യണം, ബൗണ്ടിങ് ആയിട്ട് തീർത്തു കൊടുക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഡിസിപ്ലിൻ പക്കയാണ് സാർ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പല പ്രശ്നങ്ങളും എൻ്റെ ഫാമിലിയിലായാലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര കമ്മിറ്റ്മെൻറ്റ് എടുക്കണം, എന്തിനാണ് ഇത്ര ബോണ്ടിങ് ആയിട്ട് നിൽക്കണം, എന്തിനാണ് ഇത്ര ഉറക്കമൊഴിയുന്നത്, നിങ്ങളുടെ ആരോഗ്യം കളയുന്നുണ്ട്, നിങ്ങളുടെ വീക്കാവുന്നുണ്ട്, ബോഡി വീക്കാവുന്നുണ്ട്, ഉറക്കമൊഴിഞ്ഞ്. അതൊക്കെയാണ് നമ്മുടെ സംരംഭം എന്ന് പറയുന്നത്. സംരംഭം എന്ന് പറയുന്നത് അതായത് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരുന്ന ഒരാളെ ഒരിക്കലും നിരാശപ്പെടുത്താൻ പാടില്ലെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അജിത്തിന്റെ ശ്വാസത്തിലും ബ്രീത്തിലും എല്ലാത്തിലും അലൂമിനിയം. ഞാൻ ഉറങ്ങുന്നത് പലർക്കും പല നാമധേയം ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ അജിത്തിനെ ഞാൻ ഇന്ന് തൊട്ട്
അലൂമിനിയം മാൻ ഓഫ് കേരള എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതെ, താങ്ക് യു സാർ, താങ്ക് യു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞു. വൈറ്റ് ഗോൾഡ് എന്നാണ് ഞാൻ അലൂമിനിയത്തിനെ ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ ഉറങ്ങി എഴുന്നേക്കണ എൻ്റെ ബെഡ്, ഇപ്പോഴും എൻ്റെ ബെഡ് അലൂമിനിയത്തിലാണ് ഞാൻ എല്ലാ ദിവസവും. പണ്ട് തൊട്ടേ ആ 10 വർഷത്തിന് മുന്നേ വീടുണ്ടാക്കിയിടം മുതൽ ഇപ്പോഴും അലൂമിനിയം ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്, ഉറങ്ങുന്നത്, ജീവിക്കുന്നത്. ലൈവ് ഇൻ അലൂമിനിയം, അതാണ് എൻ്റെ കോൺസെപ്റ്റ് തന്നെ. അതൊരു ഒരു വികാരമാണ് സാർ. എൻ്റെ അവസാന ബ്രീത്ത് വരെ അലൂമിനിയത്തിൽ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അലൂമിനിയത്തിന് വേണ്ടി ഉണ്ടാക്കിയ, സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ മമ്മൂട്ടി വന്നതുപോലെ എൻ്റെ മൈൻഡ് സെറ്റും എൻ്റെ സ്പിരിച്വലായിട്ടുള്ള കാര്യത്തിൽ ഞാൻ പറയണ അലൂമിനിയത്തിന് വേണ്ടിയിട്ടുള്ള ഒരാൾ, അതാണ് ഞാൻ. നിങ്ങൾ കേട്ടു അജിത് എന്ന ഈ യുവ സംരംഭകൻ്റെ ജീവിത കഥ, പച്ചയായ കഥ. അദ്ദേഹം അനുഭവിക്കാത്ത വേദനകളില്ല. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. വീട്ടിലുണ്ടായ പ്രയാസങ്ങളൊക്കെ വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഈ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഒരു സ്പാർക്കോടുകൂടി അദ്ദേഹത്തിൻ്റെ സംരംഭം പടുത്തുയർത്തുക. അലൂമിനിയത്തിന് വേണ്ടി ജനിച്ച മനുഷ്യൻ, ജീവിക്കുന്ന മനുഷ്യൻ, മരിക്കുന്നത് പോലും അലൂമിനിയത്തിൽ കിടന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത്തരം പാഷനോടുകൂടി ഏത് സംരംഭകൻ ഇറങ്ങിയാലും വിജയിക്കുമെന്നുള്ളതിന് ഉദാത്തമായ ഉദാഹരണമാണ് അജിത് കുമാർ എന്ന വെറൈറ്റി അലൂമിനിയത്തിൻ്റെ ഈ സാരഥി. വളരെ അടുത്തറിയാവുന്ന സഹോദര ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ പാഷൻ എന്താണെന്ന്. അദ്ദേഹം പടുത്തുയർത്തിയ ഒരു ഫാക്ടറി ഉണ്ട്. അത് ലോകോത്തര നിലവാരമുള്ളൊരു ഫാക്ടറിയാണ്. അലൂമിനിയത്തിൽ എന്ത് വർക്ക് വന്നാലും, ഈവൻ ACPയിലും എന്ത് വർക്ക് വന്നാലും അത് ഉത്തരവാദിത്തോടു കൂടി ചെയ്തു കൊടുക്കുക. മൈജി പോലൊരു സ്ഥാപനം ഈ ചെറുപ്പക്കാരനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കാം. ഇത്തരം സംരംഭകരും സംരംഭങ്ങളുമാണ് നമ്മുടെ നാടിന് അഭിമാനം. അജിത്ത്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. പലപ്പോഴും ഈ കേൾക്കുന്ന ആരെങ്കിലും ഒന്ന് തളർന്നിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സ്റ്റോറി കേട്ടാൽ മതി, ഇതൊന്ന് കണ്ടാൽ മതി നിങ്ങളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ താങ്കൾ തുടങ്ങി വെച്ച സംരംഭം വളരട്ടെ, ഉയരട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും ഈഗിളിലുള്ള നമ്മുടെ 1500 സഹോദരങ്ങളുടെ പേരിലും സ്പാർക്കിൻ്റെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. തീർച്ചയായിട്ടും സാർ. ഒരു കാര്യം കൂടെ, എൻ്റെ പിന്തുണ, ഈഗിളിന് തരുന്ന ഒരു പിന്തുണ വളരെ വലുതാണ്. ഈഗിൾ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നത്, എൻ്റെ ഏത് പ്രശ്നങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈഗിൾ മെമ്പേഴ്സ് ഉണ്ട്. അത് ഭയങ്കര ഒരു പിന്തുണയായിട്ട് ഞാൻ കാണുന്നുണ്ട് സാർ. അവരൊക്കെ ഒരുപാട് റഫർ വർക്കുകളും തരുന്നുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര പോസിറ്റീവാണ് സാർ എനിക്ക് കിട്ടുന്നത്. താങ്ക് യു സോ മച്ച്.